നന്ദികേശിന്റെ മിനിയേച്ചർ രൂപമാണ് ഇത്. ഹൗസ് ബോട്ടാണ്. ഇത് ചിരട്ട കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ്. ചിരട്ടകൾ അത് മനോഹരമായ ചെടികൾ വയ്ക്കാം. ചെങ്ങന്നൂർ സരസ് മേളയിൽ വെച്ച് രാജേഷിനെ കാണാനിടയായി. രാജേഷിന്റെ സ്റ്റോൾ എന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. നമ്മുടെ കണ്ണിനും മനസ്സിനും ആഹ്ലാദം പകരുന്ന ഒരുപാട് കാര്യങ്ങൾ രാജേഷിന്റെ ഈ സ്റ്റോളിലുണ്ട്. എന്ന് പറഞ്ഞാൽ ചിരട്ട ഉൽപ്പന്നങ്ങൾ, തടി ഉൽപ്പന്നങ്ങൾ. ഇത് കണ്ടില്ലേ? ഓണാട്ടുകരയുടെ ഒരു ആകർഷകമായ നന്ദികേശിന്റെ മിനിയേച്ചർ രൂപമാണ്. ഇതുപോലുള്ള 100 കണക്കിന് മിനിയേച്ചർ രൂപങ്ങൾ ഈ സ്റ്റോളിനുള്ളിൽ ഒരുക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും എന്നേക്കാൾ കൂടുതൽ ഈ ഉൽപ്പന്നങ്ങളെ പറ്റി, അവരുടെ സംരംഭത്തെ പറ്റി, ഈ സംവിധാനത്തെ പറ്റിയിട്ടൊക്കെ പറയാൻ കഴിയുന്നത് രാജേഷിനാണ്. രാജേഷ് അത് വിശദീകരിക്കും. നമസ്തേ, എൻ്റെ പേര് രാജേഷ്. കായംകുളം പത്തിയൂരാണ് എൻ്റെ സ്ഥലം. ഞാൻ ചിത്രകല, ശില്പകല അങ്ങനെയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വർക്കുകളാണ് ചെയ്തിട്ട്. ഞാനിപ്പം ചെങ്ങന്നൂർ സ്റ്റാളിൽ കൊണ്ടിരിക്കുന്നത് ചിരട്ട കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളും, ചിത്രങ്ങൾ, ക്യാൻവാസ് ചിത്രങ്ങൾ, വുഡ് കാർവിങ്, നന്ദികേശ ശില്പങ്ങളാണ് ചെയ്യുന്നത്. ഓയിൽ പെയിൻറ്റ്, അക്രിലിക് പെയിൻറ്റ്, വുഡ് കാർവിങ്, അങ്ങനെ ഡോർ ഡിസൈൻ, അങ്ങനെ ഉള്ള വർക്കുകളാണ് കൂടുതൽ ചെയ്തിരിക്കുന്നത്. ഇതേപോലെ നമുക്കൊരു തടിയുടെ പീസ് കിട്ടിയതാണ്. അപ്പം എൻ്റെ മനസ്സിൽ വന്നൊരു ആശയം, ഇതേപോലെ ഒന്ന് ചെത്തിമിനിക്ക് വൃത്തിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മനോഹരമായ ചെടികൾ വയ്ക്കാം. അത് നല്ല ഭംഗിയായിരിക്കും. നന്ദികേശനൊരു 2 ആഴ്ച കൊണ്ടൊക്കെ ചെയ്ത് തീർക്കാൻ നന്ദികേശൻ ഇതൊരു 2 ആഴ്ച എടുക്കും. അതേപോലെ ബുദ്ധൻ്റെ ഒരു ശില്പമാണ്. പിന്നെ ഗജലക്ഷ്മി, കഥകളിയുണ്ട്, ശ്രീബുദ്ധൻ. ഇത് ഹൗസ് ബോട്ടാണ്. ഇത് ചിരട്ട കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ്. ചിരട്ട കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഹൗസ് ബോട്ടാണ് ഇത്. ഈർക്കിൽ ഇത് കോഞ്ഞാണ്ട്, തെങ്ങിലെ കോഞ്ഞാണ്ട്, അങ്ങനെ ഉള്ള ഇത് ചിരട്ട കൊണ്ട് ചെയ്തിരിക്കുന്നതാണ്. ഇത് എൻ്റെ വൈഫാണ് ഇത് എല്ലാം ചെയ്തിരിക്കുന്നത്. വൈഫിൻ്റെ പേര് മഞ്ജു. പുള്ളിക്കാരിയാണ് ഇത് കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് ഈ തൊട്ടുകൂട്ടുന്ന പാത്രമുണ്ടല്ലോ, തൂക്കുപാത്രം എന്ന് പറയാമല്ലേ, ചിരട്ടയിൽ ചെയ്തിരിക്കുന്നത്. തോക്ക് വുഡിൽ ചെയ്തിരിക്കുന്നത്. തോക്ക് നമുക്ക് വുഡിൽ ചെയ്ത് അത് വെച്ചേരൊക്കെ. അക്രിലിക് പെയിൻറ്റിങ്, ഇത് ഓയിൽ പെയിൻറ്റിങ് ആണ്. ശോമിത്രനും മേനക. ഇത് ശ്രീബുദ്ധൻ. പല രീതിയിലുള്ള പെയിൻറ്റിങ്സ് ആണ്. കണ്ണിനും മനസ്സിനും ആഹ്ലാദം പകരുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങൾ കരവിരുതിലൂടെ രാജേഷും രാജേഷിൻ്റെ ജീവിത പങ്കാളിയായ മഞ്ജുവും ചേർന്ന് സ്ത്രീകൾക്ക് ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള കമ്മലുകൾ മുതൽ വീട്ടുപകരണങ്ങൾ, ആഭരണങ്ങൾ, ആർട്ട് വർക്കുകൾ, നിരവധിയായിട്ടുള്ള ആർട്ട് വർക്കുകൾ, ശിവനും ബുദ്ധൻ്റെ ഒരു വൈവിധ്യമാർന്ന കളക്ഷൻ തന്നെ ഇതിനകത്തിലുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ നാടൻ കലാരൂപങ്ങളുണ്ട്, പ്രാചീന കലാരൂപങ്ങളുണ്ട്, ക്ഷേത്രകലയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ധാരാളം അങ്ങനെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഈ സരസ്മേളയിലെ ഒരു പ്രധാന ആകർഷകമാണ് ഇദ്ദേഹത്തിൻ്റെ, രാജേഷിൻ്റെ ഈ സ്റ്റോൾ എന്നുള്ളതാണ്. ഏറെ സന്തോഷത്തോടു കൂടിയാണ് രാജേഷിൻ്റെ കലാവിരുതുകളെയും പ്രേക്ഷകർക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. നന്ദി, നമസ്കാരം.